വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ അഫാനെയും ബാപ്പയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തു. കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ബാധ്യത എന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ അഫാനെയും അച്ഛൻ റഹീമിനെയും പോലീസ് സംഘം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. എല്ലാം തകർത്തു കളഞ്ഞില്ലേ എന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹീം അഫാനെ കണ്ടപ്പോൾ ചോദിച്ചത്. ഇതിന് ഉമ്മയും അനുജനും തെണ്ടുന്നത് കാണാൻ വയ്യെന്നായിരുന്നു അഫാന്റെ മറുപടി. കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യതയെന്ന് പോലീസ്. ബാധ്യതയ്ക്ക് കാരണം അഫാന്റെയും ഉമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തന്നെയാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. അഫാന്റെയോ അമ്മയുടെയോ കൈവശം 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. കടത്തിൽ നിൽക്കുമ്പോഴും അഫാൻ 2 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി. കൊല നടന്ന ദിവസം 50,000 കടം തിരികെ നൽകാനുണ്ടായിരുന്നുവെന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി. കൊല നടക്കുന്നതിന് തലേ ദിവസം കാമുകി ഫർസാനയിൽ നിന്നും 200 രൂപ കടം വാങ്ങി. കടക്കാർ വരുന്നതിന് മുൻപാണ് കൊലപാതകങ്ങൾ ചെയ്തെന്നാണ് അഫാന്റെ മൊഴി. കേസിലുടൻ കുറ്റപത്രം സമർപ്പിക്കും. പ്രതിയെ സിനിമ സ്വാധീനിച്ചുവെന്ന പ്രചരണം തെറ്റെന്നും പോലീസ്. ജനം, തിരുവനന്തപുരം.